യുവാക്കളുടെ വോട്ട് തനിക്കായിരിക്കുമെന്നാണ് തേജസ്വി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും അതെനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു ട്രഡീഷണൽ പരമ്പരമായ ഒരു മാറി പുതിയൊരു ചേഞ്ച് വരണം. അതിന് ഒരു പുതിയ ഭരണാധികാരി വരേണ്ടത് വളരെ ആവശ്യമാണ്. എത്ര നാളായി ഇവിടെ? ഞാനിവിടെ 16 വർഷമായി. വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വോട്ടിറങ്ങിന് 14 വർഷമായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണം, ലോക്സഭ, നിയമസഭയിലൊക്കെ ചെയ്യാറുണ്ടോ? എല്ലാത്തിനും ചെയ്യാറുണ്ട്. ലോക്കൽ ബോഡിയുടെയും മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയ്യാറുണ്ട് എല്ലാം. ഇവിടെ വന്ന് എങ്ങനെയാണ് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ഞങ്ങളിവിടെ സ്കൂൾ നടത്തുകയാണ്. വന്ന പോലെ എന്തായാലും വന്നിട്ട് നല്ല രീതിയിൽ ഇവിടെ നല്ല കാര്യങ്ങളിൽ പോകുന്നില്ല. അപ്പോൾ ഈ നമ്മൾ ഈ വന്ന നിമിഷത്തെ കാലത്തെ വെച്ചിട്ട് ഈ സമയത്ത് നോക്കി കഴിയുമ്പോൾ ഏത് തരത്തിലുള്ളൊരു മാറ്റമാണ് നിങ്ങൾക്ക് ബീഹാറിൽ ഫീൽ ചെയ്യുന്നത്? അതിൽ രാപകലുള്ള വ്യത്യാസം, ഭയങ്കരമായ വ്യത്യാസം കഴിഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് ബീഹാറിലുണ്ടായി. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ബീഹാർ നെക്സ്റ്റ് സ്കോപ്പിംഗ് ആണ്, ഇന്ത്യയുടെ വളരെ ഭാവിയാണ്. ഒത്തിരി മാറ്റങ്ങളുണ്ടാകുന്ന, ഒത്തിരി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ജനജീവിതം ഇവിടെ വളരെ സാധാരണഗതിയിലാവുന്നത്. നമ്മളെപ്പോലുള്ളവർക്ക് വർക്ക് ചെയ്യുന്നതിനും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുവരെ ഇവിടെ ഇല്ല. ഇത് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള സാഹചര്യം. ഇപ്പോൾ ഈ തരത്തിലുള്ള NDAയും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യവുമാണ് വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുകയാണ്. ഇപ്പോൾ തേജസ്വി യാദവ് ആണെങ്കിൽ അദ്ദേഹം ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് ഈ ബീഹാറിൽ നിന്ന് നേരിട്ട് അനുഭവിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇവിടെ യൂത്തിൻ്റെ നല്ലൊരു എനർജി കാണാനുണ്ട്. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒരു പുതിയ മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് യുവാക്കൾ മുമ്പോട്ട് വരണമെന്നുള്ളൊരു ടെൻഡൻസിയാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷ ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഉണ്ട്. യുവാക്കളുടെ വോട്ട് തനിക്കായിരിക്കുമെന്നാണ് തേജസ്വി ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായും അതെനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു ട്രഡീഷണൽ പരമ്പരമായ ഒരു മാറി പുതിയൊരു ചേഞ്ച് വരണം. അതിന് ഒരു പുതിയ ഭരണാധികാരി വരേണ്ടത് വളരെ ആവശ്യമാണ്. ലാലു പ്രസാദ് യാദവും ഇന്ന് രാവിലെ വോട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞത് വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നതാണ്. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നേരത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തായിരുന്നു മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നേരിട്ടത്. പക്ഷേ അവർക്ക് സീറ്റ് കുറവായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസാണ്. അതുപോലെ ഈ നിതീഷ് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ ഒരു BJP മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നാണ് പതി. ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ എങ്ങനെ വരുന്നുണ്ട്? അതാണ്, അങ്ങനെ ആ മെജോറിറ്റി വന്നാൽ അതിനുള്ള സാധ്യതയാണ് ഇവിടെയും കാണുന്നത്. ഓൾറെഡി അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ ടൈമിൽ. കാരണം നിതീഷിനെ മുൻനിർത്തിക്കൊണ്ട് ആണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ ആ ഒരു ടെൻഡൻസിയാണ് വരാനുള്ളത് സാധ്യത. എങ്കിലും അവസാനമായിട്ടൊന്ന് ചോദിച്ചോട്ടെ, എങ്കിലും ഒരു ഇന്ത്യ മുന്നണിക്കാണോ ഒരു വിജയം ഉറപ്പിക്കാൻ കഴിയുക? ഞങ്ങളുടെ ഒരു പ്രതീക്ഷയും അതുതന്നെയാണ്. തീർച്ചയായും അങ്ങനെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ടേം എല്ലാവർക്കും കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അത് കേരളത്തിലായിക്കോട്ടെ, കേന്ദ്രത്തിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, ഒരു ഗവൺമെൻറ് കണ്ടിന്യൂസ് ഭരിക്കുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവാണ്. ഓരോ 5 വർഷം കഴിയുമ്പോൾ പുതിയ ഗവൺമെൻറ്റിന് ഓപ്ഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ജൻസുരാജ് പാർട്ടി ഏതൊക്കെ തരത്തിലുള്ള ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്? ജൻസുരാജ് തീർച്ചയായും ജനങ്ങളിൽ അത്ര ഡീപ്പ് റൂട്ടഡ് ആയിട്ടില്ല. അത് പൊളിറ്റിക്കൽ ഐഡിയോളജി അതുകൊണ്ട് മാത്രമുള്ളൊരു വ്യത്യാസമുള്ളൂ. അല്ലാതെ പക്ഷേ അത് ഒത്തിരി വോട്ട് കട്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ ഒരു ഭീതിയുണ്ട് ഈ കാര്യത്തിൽ.